ഡോക്ടർ മണികുമാർ ഇപ്പോഴും ഞാൻ ചോദിക്കുന്നു, എനിക്ക് ക്ലാരിറ്റി വരുത്തേണ്ട 3 ചോദ്യങ്ങൾ. ഈ ഡോക്ടർ അതായത് അനീഷിന്റെയും സുറുമിയുടെയും കുഞ്ഞിന് ഗുരുതരമായ ജനിതക വൈകല്യമുണ്ട് എന്ന് കണ്ടെത്താതെ പോയത് ആരുടെ പിഴവാണ് ഡോക്ടർ മണികുമാർ? ലളിതമായ ചോദ്യമാണ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കണം. അങ്ങ് പറയൂ, ആരുടെ പിഴവ്? 100% ഞങ്ങളുടെ പിഴവല്ല. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ പിഴവല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാം. പിന്നെ ഞാൻ ആരുടെന്ന് പറയും? എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളുടെ പിഴവല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റും. പരിശോധിച്ചത് ഞാനല്ലല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ പറയും ബാക്കിയുള്ള കാര്യങ്ങള്? അല്ല, അത് നിങ്ങൾക്ക് തന്നെ അണ്ടർസ്റ്റുഡ് അല്ലേ? ഞാനത് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ എന്റെ കാര്യങ്ങളെ വ്യക്തമാക്കേണ്ട കാര്യമുള്ളൂ. സംഭവിച്ച വീഴ്ചയാണ് അത്. ഡോക്ടർ മണികുമാറിന് പറയാൻ എന്താ മടി? അല്ല, ഞാൻ എന്തിനത് പറയണം? ഞാനല്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ചോളം എനിക്കിവിടെ പരിശോധിക്കാൻ വേണ്ടി വരുന്നു, അതിന്റെ റിപ്പോർട്ടുകൾ നമ്മൾ കൊടുക്കുന്നു. മറ്റുള്ള പിഴവുകളും കാര്യങ്ങളും സംസാരിക്കേണ്ടത് ഞാനല്ല. ഞാൻ അത് വ്യക്തമായി പറയുന്നത്. ഡോക്ടർ എബി ഒരിക്കൽ പോലും ഈ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഡോക്ടർ മണികുമാർ. അല്ല, 100% ഡോക്ടർ എബിൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഡോക്ടർ എബിനോട് സംസാരിച്ചതാണ്. ഡോക്ടർ എബിൻ എന്നോട് പറഞ്ഞത്, ഞാൻ ഈ സ്കാൻ ചെയ്തപ്പോൾ ഇത്രയും ഫ്ലൂയിഡ് കൂടുതൽ കണ്ടപ്പം ഞാനതാണ് പറയുന്നത്. ആ ഫ്ലൂയിഡ് കൂടുതലുള്ളപ്പോൾ ഈ പറയുന്ന സുറുമി എന്ന് പറയുന്ന വ്യക്തിയോട് ചോദിച്ചതാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡയബറ്റിക് ഉണ്ടോ, വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവരാണോ എന്ന് വ്യക്തമായി ചോദിച്ചതാണ് ഡോക്ടർ. എന്നാണ് ഡോക്ടർ എന്നെ അറിയിച്ചത്. അനീഷാണോ? അത് കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ട് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റൽ അടുത്ത സ്കാനിങ്ങിൽ അത് മെൻഷൻ ചെയ്യാഞ്ഞത് എന്താണ് സാർ? ഞങ്ങളത് ഫ്ലൂയിഡ് ഉണ്ടെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അല്ല, അതിനകത്ത് എഴുതിയിട്ടുണ്ടല്ലോ അനീഷ്. അതിനകത്ത് വ്യക്തമായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ വായിച്ചു നോക്കൂ. അതായത് സാധാരണ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നത് ക്ഷമയോടൊന്ന് കേൾക്കും. ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അല്ല അനീഷ, ഇതില് എവിടെ പാകപ്പിഴവ് വന്നെന്നുള്ള കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ വന്നത്. ശങ്കേഴ്സ് ലാബിൽ വന്ന് നിങ്ങൾ പരിശോധന നടത്തി നിങ്ങൾ യാന്ത്രികമായി ആ മെഷീനിൽ നിന്ന് വരുന്ന റിപ്പോർട്ട് 2D റിപ്പോർട്ട് പ്രകാരം കൊടുത്തു. ഇത്രയും വലിയ ഗുരുതരമായ അനോമലീസ് ഉള്ള ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ലാബിൽ സ്കാൻ ചെയ്തിട്ട് 4 തവണ സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന് ഇത്രയും അനോമലീസ് ഉണ്ട് എന്നുള്ള വിവരം നിങ്ങളുടെ ലാബിൽ നിന്ന് വന്ന സ്കാൻ റിപ്പോർട്ടിൽ ഇല്ല. കുഞ്ഞിന് ഫ്ലൂയിഡിൽ ചില വ്യത്യാസങ്ങൾ ഗർഭിണിക്കുണ്ട് എന്ന് മാത്രം നിങ്ങൾ 7ാം മാസത്തിൽ റിപ്പോർട്ട് കൊടുത്തു. അതിനെ തുടർന്ന് ഈ ഫ്ലൂയിഡ് കൂടിയ കാര്യം എന്തുകൊണ്ടാണെന്ന് ഡോക്ടറും അന്വേഷിച്ചില്ല. ഇത് നിങ്ങൾ തുടർന്നുള്ള സ്കാനിങ്ങിൽ അതിനെക്കുറിച്ച് നിങ്ങൾ പേഷ്യൻസിനോട് ചോദിച്ച് അവരെ അലർട്ട് ചെയ്തതുമില്ല. ഇതല്ലേ വാസ്തവം ഡോക്ടർ മണികുമാർ? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ അതിന്റെ അകത്ത് സാധാരണഗതിയിൽ വരുന്നതിനേക്കാളും 3 ഡബിൾ ആണ് ഇവർക്കുള്ള ഈ സ്കാനിംഗ് പോരാ എന്ന് ഈ പേഷ്യൻസിനോട് പറഞ്ഞിരുന്നു ഡോക്ടർ മണികുമാർ? ഈ സ്കാനിംഗ് പോരാ എന്ന് പറഞ്ഞിരുന്നു? നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? ഒരു രോഗിയെ ഒരു പേഷ്യന്റിനെ അയക്കുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ അയച്ചു വിടുന്ന ടെസ്റ്റ് എന്താണോ അത് ചെയ്യുക എന്നുള്ളതല്ലേ നമ്മുടെ ഉത്തരവാദിത്വം. ഒരു റേഡിയോളജിസ്റ്റ് അല്ലാത്ത ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു റേഡിയോളജിസ്റ്റിന്റെ സഹായം തേടുന്നത് എന്തിനാണ് ഡോക്ടർ മണികുമാർ? ആ റേഡിയോളജിസ്റ്റ് അല്ലേ പറയേണ്ടത്, ഇതിൽ ഫ്ലൂയിഡ് കൂടുതൽ കാണുന്നു, ബെറ്റർ പ്രിഫർ അല്ലെങ്കിൽ ഗോ ഫോർ എ 3D സ്കാൻ? തീർച്ചയായിട്ടും അത് പറഞ്ഞിട്ടുണ്ടോ? ഫ്ലൂയിഡ് കൂടുതൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലെവൽ ഓഫ് അത് എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലോ. ഫ്ലൂയിഡ് ഒരുപാട് കൂടുതലാണെന്ന്. അതിനാണല്ലോ പോളിഹൈഡ്രോമിനോസ് എന്ന് പറഞ്ഞ അസുഖം തന്നെയാണ്. അത്രയ്ക്കും കാണുന്നുണ്ടെന്നുള്ള കാര്യം നമ്മുടെ ഡോക്ടർ എബിൻ തമ്പി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വേറെ ടെസ്റ്റുകൾ ചെയ്താലാണ് ഇതിനെക്കുറിച്ചുള്ള അബ്നോർമാലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കുക. അങ്ങനെയുള്ള ഇപ്പൊ 2024 വൈദ്യശാസ്ത്രം ഒരുപാട് വളർന്നു പോയിട്ടുണ്ട്. അതിന്റെ അകത്ത് കുറെ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഇടയ്ക്ക് ഇന്ന് രാവിലെ ഡോക്ടർ അരുൺ ഒരു മിനിറ്റ് ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് പറയും. ഇന്ന് രാവിലെ ഒരു ചർച്ചയിൽ അനീഷ് തന്നെ പറയുകയുണ്ടായി, ഡോക്ടർ ഇങ്ങനെ ക്രോമസോമൽ അനാലിസിസിനെ കുറിച്ച് ടെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ആ ഡോക്ടർ അത് പറഞ്ഞു കാണും. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ടെസ്റ്റുകൾ ചെയ്യാനുള്ള ടെസ്റ്റിന് ചാർജ് കൂടുതലാണ്. എന്നാലല്ലേ അത് കണ്ടുപിടിക്കണം. നമ്മുടെ ലാബിൽ ചെയ്യുന്നില്ല, നമ്മൾ വേറെ ലാബിൽ അയച്ചാണ് പറഞ്ഞത്. അങ്ങനെ ക്രോമസോമൽ അനാലിസിസ് കുഞ്ഞിനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിന് മുൻപ് അനീഷിനോടോ സുറുമിയോടോ ഡോക്ടറും ആലപ്പുഴ WNCയിലെ ഡോക്ടറും അതായത് ഇത്രയുമാണ് സംഭവിച്ചിരിക്കുന്നത്.
അനീഷിനോടോ സുറുമിയോടോ ഈ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ ഒരു ജനിതക വൈകല്യം മാറ്റവും ഇല്ല. ഉണ്ടാകാൻ എന്റെ സാധ്യതയുണ്ടെന്നോ ജീവിതത്തിലെ ഈ ഇൻസിഡന്റ് ഈ ഫ്ലൂയിഡ് ഉണ്ടായത് കൂടുതലായിരിക്കുന്നത് ജനിതക കാരണക്കാരായത് വൈകല്യത്തിന്റെ കാരണമായേക്കാമെന്നുള്ള രണ്ട് കാര്യമോ സ്ഥലത്തെ നിങ്ങളുടെ ആൾക്കാരാണ്. ലാബിൽ നിന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടില്ല. ഇതിന് കൂടുതൽ വലിയ സ്കാനിംഗ് ആവശ്യമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിരുന്നു. അത് വ്യക്തമായി ആ റിപ്പോർട്ടിലുണ്ട്. ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്ന കാര്യം മാത്രമാണ് പറഞ്ഞിരുന്നത്. അതാ ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്നുള്ളത് ജനിതക വൈകല്യത്തിന്റെ കാരണമായിട്ട് ഇവരെ ചികിത്സിക്കുന്ന ഡോക്ടറിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ വളരെ യാന്ത്രികമായി 2D സ്കാൻ വഴി നിങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്ന മറ്റെല്ലാ ഗർഭിണികളുടെയും കേസിൽ എന്നതുപോലെ 2D സ്കാൻ എടുത്തു, നിങ്ങൾ അത് ആശുപത്രിയിലേക്ക് കൊടുത്തു. ആ റിപ്പോർട്ടുമായിട്ട് ഇവർ പോയി. 7ാമത്തെ മാസം ഫ്ലൂയിഡ് കൂടുതലാണ് എന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ടിൽ എഴുതി. ഇവരോട് നിങ്ങൾ ഇക്കാര്യം അതിന്റെ ഗുരുതരാവസ്ഥ ബോധ്യപ്പെടുത്തിയില്ല. നിങ്ങൾ കൺസേൺഡ് ഡോക്ടറുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടില്ല. ഇവരുടെ വിഷയത്തിൽ എബിൻ ഡോക്ടർക്ക് ഈ ഷേർലി വിളിച്ചൊന്ന് സംസാരിക്കാമായിരുന്നല്ലോ. ഈ വരുന്ന നമ്മളുടെ ഈ പേഷ്യന്റ് നിങ്ങളുടെയും പേഷ്യന്റ് ആണല്ലോ. സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഇന്ന് ഡോക്ടർ ഷേർലി പറഞ്ഞു ഈ വിഷയത്തിൽ എബിൻ സംസാരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ എബിൻ സംസാരിച്ചിട്ടില്ല. അമിതമായി ഒരു ഗർഭിണിക്ക് ഫ്ലൂയിഡ് കൂടുതലുണ്ട് എന്ന് നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ തെളിഞ്ഞാൽ ഡോക്ടർ മണികുമാർ, നിങ്ങളുടെ പേഷ്യൻസിന് അമിതമായി ഫ്ലൂയിഡ് ഉണ്ട് എന്ന് തെളിഞ്ഞാൽ ആ വിവരം ചികിത്സിക്കുന്ന റേഡിയോളജിസ്റ്റ് ഗൈനക്കോളജിസ്റ്റിനെ അറിയിക്കണ്ടേ? അതൊരു റിപ്പോർട്ടിലൂടെ എഴുതി കൊടുത്താൽ ഉത്തരവാദിത്വം അവസാനിച്ചോ? ആ റിപ്പോർട്ടിൽ പോലും വ്യക്തമല്ല ഇത് അനോമലീസിന്റെ സാധ്യതകളാണ് എന്നതിനുള്ള ഇൻഡിക്കേഷൻ നിങ്ങൾ കൊടുത്തില്ല. ഇനി ആ ഡോക്ടർ നിങ്ങളുമായി സംസാരിച്ചില്ല. അപ്പോൾ ആശയവിനിമയം അവിടെ നടന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഫോൺ ത്രൂ നമ്മൾ അറിയിച്ചാൽ മാത്രം പോരെ? അപ്പം നമ്മൾ എന്തിനാണ് ഈ റിപ്പോർട്ടിൽ ഒരു ദിവസം 60ഓളം അതും ഏറ്റവും കൗതുകകരമായ ആശയവിനിമയം നടത്തിയ നിങ്ങളുടെ സ്വകാര്യ ലാബുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണല്ലോ സർക്കാർ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റിനെ നിയമിക്കാതെ അവിടെ ഒരു സ്കാനിംഗ് മെഷീൻ കെട്ടിവെച്ചിരിക്കുന്നത്. ആ സ്കാനിംഗ് മെഷീൻ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവിടെ റേഡിയോളജിസ്റ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഈ ആശുപത്രിയിലെ ചികിത്സ മൂലമുള്ള നിങ്ങളുടെ ബിസിനസ് അവസാനിക്കുമായിരുന്നു. മണി, അവിടെ റേഡിയോളജിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ലേ നിങ്ങൾക്ക് ഒരു ദിവസം 60ഓളം സ്കാനുകൾ കിട്ടുന്നത്? ഗവൺമെന്റിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തത് ഇപ്പൊ നമ്മൾ കണ്ടു. മണി, നീരസം തോന്നരുത്. പക്ഷെ അനീഷിന്റെയും സുറുമിയുടെയും ഈ ദുരവസ്ഥയ്ക്ക് പിന്നിൽ നിങ്ങൾക്കും പങ്കുണ്ട്. അത് കൃത്യസമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ യാന്ത്രികമായി നിങ്ങൾ മറ്റെല്ലാ റിപ്പോർട്ടുകളും എഴുതി കൊടുക്കുന്നത് പോലെ കൊടുത്തുപോയി. അതിനും അപ്പുറം നിങ്ങളൊരു ഇടപെടൽ നടത്തിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സുറുമിയോ അനീഷോ ഈ കുഞ്ഞിന്റെ ജനനം ഇങ്ങനെ ആകുമായിരുന്നു എന്നുള്ളത് നേരത്തെ അറിയുമായിരുന്നു. നമ്മളല്ല നടത്തേണ്ടത്. മെഷീൻ എന്തായാലും പരാജയപ്പെട്ടിട്ടില്ല. പരാജയപ്പെട്ടത് മനുഷ്യരാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ മണികുമാർ ചർച്ചയിൽ ചേർന്നതിന് നന്ദി. Debate with Dr. Arun Kumar.